മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 4ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി രേഷ്മ രമേശ് പത്രിക സമർപ്പിച്ചു. 4ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി രേഷ്മ രമേശ് ഭരണാധികാരിയായ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ മുമ്പാകെ പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പം എത്തിയാണ് രേഷ്മ രമേശ് പത്രിക സമർപ്പിച്ചത്. കൊച്ചി നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയും രേഷ്മ രമേശിനുണ്ട്. DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ് രേഷ്മ രമേശ് എന്ന യുവസാരഥി. ഡിവിഷൻ UDFൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് രേഷ്മ രമേശ്. കൊച്ചി നഗരസഭ 4ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ നാമനിർദ്ദേശപത്രിക ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാടിനെ നല്ലൊരു വികസനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നാട്ടിലുള്ള ജനങ്ങൾക്കും അതേപോലെ തന്നെ യുവാക്കൾക്കും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്ന ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും തുടർച്ചയായി എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.